ഹായ് മക്കളെ, +1 കയ്യിൽ നിന്ന് പോയി +2 ഒരു കം ബാക്ക് നടത്തണം എന്ന് അതിയായ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വരുന്ന ഓണം എക്സാമിന് ഫിസിക്സിലൂടെ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റണം. കാരണം ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന ആ ഫിസിക്സിൽ തന്നെ ആ ഒരു കം ബാക്ക് നടത്താനുള്ള എനർജിയും മോട്ടിവേഷനും നിങ്ങൾ ഈ വരുന്ന ഓണ പരീക്ഷയിൽ തന്നെ നിങ്ങൾ സാധ്യമാക്കണം. സോ ഈ വരുന്ന ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാ ടിപ്സും ട്രിക്സും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നും പോർഷൻസും എല്ലാമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി കാണാൻ ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യരുത്. മേ ബി ഈ ഒരു അക്കാഡമിക് ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോയും ഇത് തന്നെ ആയിരിക്കും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളെ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഉള്ളത്. മൊത്തം നമുക്ക് 14 പാഠങ്ങൾ ഉണ്ടെങ്കിലും ഓണ പരീക്ഷയ്ക്ക് എത്ര ചാപ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ്. ഇനി ഞാൻ ഒരു രസകരമായ കാര്യം പറയാം. നിങ്ങൾ എത്ര പേര് ഇത് സംഭവിച്ചെന്ന് പറയണേ. കാരണം നിങ്ങളുടെ സ്കൂളിൽ മേ ബി ഒരു ഫിസിക്സ് ടീച്ചർ ആയിരിക്കും, പക്ഷെ പലർക്കും 2 ഫിസിക്സ് ടീച്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ നടക്കാന്ന് വെച്ചാൽ ഒരു ടീച്ചർ എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്പർ 1 തുടങ്ങിയപ്പോൾ തന്നെ മറ്റേ ടീച്ചർ എന്ത് ചെയ്യും, ഈ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യണേ. ചിലപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിൽ ഓർഡർ തന്നെ എടുക്കായിരിക്കും. എന്തൊക്കെ തന്നെ ആയാലും നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. 2023 ഓണ പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്പർ 1 നിന്ന് തന്നെയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിലൊരു പാറ്റേൺ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളേ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ എത്ര മാർക്കാണെന്ന് ചോദിച്ചാൽ അവിടെ വന്നത് 21 മാർക്കാണ്. 21 മാർക്കാണ്. ഇനി തേർഡ് ചാപ്റ്റർ ആയ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ കേസിൽ വന്നപ്പോൾ അത് വീണ്ടും കുറഞ്ഞ് എത്രയായി? അത് 18 പോയി. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം അത്യാവശ്യം കിളി പോകുന്ന ചാപ്റ്ററാണ്, പക്ഷെ അതിൽ നിന്ന് 16 മാർക്കേ വന്നിട്ടുള്ളൂ. ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്റർ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, പക്ഷെ കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം അവിടെ 0 മാർക്കായിരുന്നു. അവിടെ ഒന്നും ചോദ്യങ്ങളും വന്നിട്ടില്ല. പക്ഷെ ഇത്തവണത്തെ ഉറപ്പുള്ള കാര്യമൊന്നുമല്ല, കാരണം എക്സാം ആര് നടത്തുന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷത്തിലും കൺഫർമേഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിക്കേ, താഴോട്ട് ഡിക്രീസിങ് ഓർഡർ ആണ് അല്ലേ, മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ കാരണം എന്തായിരിക്കും? സിമ്പിളാണ്. എല്ലാ സ്കൂളിലും 1-ാം ചാപ്റ്റർ എടുക്കും, 2-ാം ചാപ്റ്റർ എടുക്കും, 3-ാം ചാപ്റ്റർ എടുക്കും, 4-ാം ചാപ്റ്റർ പല സ്കൂളുകളിലും അവസാന സമയത്ത്, അതായത് നിങ്ങളുടെ ഈ ഓണ പരീക്ഷയോട് അടുത്ത സമയത്തായിരിക്കും ഈ 4-ാമത്തെ ചാപ്റ്റർ അല്ലെ 5-ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യും, പഠിക്കാൻ ചാൻസ് ചെയ്താൽ 1-ാം ചാപ്റ്റർ, പിന്നെ ഏതായിരിക്കും 2-ാം ചാപ്റ്റർ, പിന്നെ ഇത് 3-ാം ചാപ്റ്റർ. അപ്പോൾ ആ പ്രകാരമാണ് അവരെന്ത് ചെയ്യാറ്, മാർക്ക് സെറ്റ് ചെയ്യാറ് സാധാരണഗതിയിൽ. അപ്പോൾ ഒരു നോർമൽ പേപ്പർ ആണെങ്കിൽ ഇതേ പാറ്റേൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ വെയിറ്റേജും ഏറ്റവും അവസാനം എടുത്ത ചാപ്റ്ററിൽ നിന്ന് കുറഞ്ഞ വെയിറ്റേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളോട്ട് നമുക്ക് കിടക്കാം. എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളെ ചാപ്റ്റർ നമ്പർ 1 എത്ര മാർക്കായിരുന്നു? 23 മാർക്കാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചാപ്റ്ററാണ്, പക്ഷേ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. മൊത്തം നമുക്ക് 6 ടോപ്പിക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ഏതൊക്കെയായിരുന്നു? അഡിറ്റിവിറ്റി, ക്വാണ്ടൈസേഷൻ, കൺസർവേഷൻ പോലെയുള്ളതിൽ നിന്ന് സാധാരണഗതിയിൽ ഓണം എക്സാമിന് 2 മാർക്ക് വരെ വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് കൂളംസ് ലോയിൽ ബന്ധപ്പെട്ടിട്ട് മേ ബി കുറഞ്ഞ മാർക്കുകൾ, ഞാൻ മാർക്കുകൾ ഇൻഡിവിജ്വലി എഴുതുന്നു, ജസ്റ്റ് പറയാം. കൂളംസ് ലോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1-2 മാർക്കിനുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഒരു പ്രോബ്ലം വന്നേക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ഇയാളുടെ SI യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താണോ, ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ട് ലൈൻസ് പോവും, നെഗറ്റീവിലോട്ട് ലൈൻസ് വരും. ഇതേപോലെയുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ലൈൻസ് വരയ്ക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഇലക്ട്രിക് ഫീൽഡിൽ വരാറുണ്ട്. ഇനി ഇലക്ട്രിക് ഡൈപോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. റീസൺ എന്താ വെച്ചാൽ ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 4 അല്ലെങ്കിൽ 5 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. കാരണം ഡെറിവേഷൻ ഉണ്ട്. ഇലക്ട്രിക് ഡൈപോളുമായി ബന്ധപ്പെട്ട 3 ഡെറിവേഷൻ ഏതൊക്കെയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഡൈപോൾ അറ്റ് ആക്സിയൽ, അറ്റ് ഇക്വിറ്റോറിയൽ ആൻഡ് ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള സംഭവം ഒക്കെ. ഇനി അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിൽ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനേഷനും യൂണിറ്റും ആയിരിക്കും പഠിച്ചു വെക്കുക. ആൻഡ് ഗോസസ് ലോ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഗോസസ് ലോ ആയി ബന്ധപ്പെട്ട ഡെറിവേഷൻസ് ഷുവർ ആണ്. ആ 3 ഡെറിവേഷനിൽ ഏതൊക്കെ ഡെറിവേഷനാണ് കൂടുതൽ ചാൻസ് എന്ന് വെച്ചാൽ ഒരു ലൈൻ ചാർജ്, ഒരു സ്ട്രെയിറ്റ് വയറിന്റെയും ഒരു സ്പെറിക്കൽ ഷെല്ലിന്റെയും ഡെറിവേഷൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. ആൻഡ് ഗോസസ് ലോയിൽ നിന്ന് നിങ്ങൾ 5 മാർക്കെങ്കിലും മിനിമം എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. 5
5 മാർക്ക് ഗോസസ് ലോ ആൻഡ് ഡെറിവേഷൻ എന്ന് വരും. നമുക്ക് ചാപ്റ്റർ നമ്പർ 2 പോയി കഴിഞ്ഞാൽ ഇയാളുടെ മാർക്ക് എത്ര എന്ന് പറഞ്ഞത് 21. ആൻഡ് ആ 21 നിങ്ങൾക്ക് ക്ലിയറായി വാങ്ങിയെടുക്കാൻ പറ്റും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ ചെറിയ ഡെഫിനീഷൻസ് കാര്യങ്ങളെ വരുള്ളൂ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് അതിൻ്റെ ഡെഫിനീഷൻ, അതിൻ്റെ യൂണിറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ തന്നെ എക്സാമിന് നല്ല രീതിയിൽ സാധാരണഗതിയിൽ സ്കോർ ചെയ്യാറുണ്ട്. ഇനി ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു ചാർജ് മൂവ് ചെയ്യാൻ എത്ര വർക്കാ ചെയ്യേണ്ടത്, 0. ഇതുപോലുള്ള നോളേജ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കണം. ഇനി മറ്റൊന്നാണ് കപ്പാസിറ്റേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചോദ്യം വരും. കപ്പാസിറ്റർ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും അറേഞ്ച് ചെയ്യുന്ന കേസ്, കപ്പാസിറ്റേഴ്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇക്വേഷനൊക്കെ എഴുതാൻ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. യൂണിറ്റും ചോദിക്കാറുണ്ട് കപ്പാസിറ്റൻസിൻ്റെ. സോ കപ്പാസിറ്റർ പഠിക്കണം. ആൻഡ് ഒരു കാരണവശാലും പാരലൽ പെർ കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷൻ പഠിക്കാതെ പോകരുത്. പാരലൽ പെർ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ ഒരു പക്കാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ. സോ ടോട്ടൽ 21 കഴിഞ്ഞ വെയിറ്റേജ്. അത്ര തന്നെ ഈ വർഷം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഇതാണ്. ആക്ച്വലി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത കറണ്ട് ഇലക്ട്രിസിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഡിലീറ്റഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ആദ്യം തന്നെ ഓംസ് ലോ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ഫിഗേഴ്സും റെപ്രസെൻറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ വന്നാൽ നിങ്ങൾ അതിശയിക്കണം, ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാവുന്നുള്ളൂ. ഈവൻ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഓംസ് ലോയിൽ നിന്ന് ഓണം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതുമായി എങ്ങനെയാണ് കറണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ആ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ആൻഡ് റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് സംഭവിക്കുന്നുള്ള നോളജൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇലക്ട്രിക്കൽ എനർജിയും പവറും, ഇവിടെ നിന്ന് നിങ്ങളൊരു പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പവർ, അല്ലെങ്കിൽ പവർ കാണുന്ന എന്തെങ്കിലും ഒരു ചോദ്യം നല്ല രീതിയിൽ വരാറുണ്ട്. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. PYQയിൽ കുറച്ച് മുമ്പാണെങ്കിൽ പോലും വന്നിട്ടുണ്ട്. റീസെന്റ് കുറച്ച് കുറവാണ്, പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇത്തവണ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഈ കിർച്ചോഫ് ലോ ഒന്നും അത്ര സീരിയസ് ആയിട്ട് ചോദിക്കാറില്ല. എന്നാൽ എക്സാം പേപ്പർ ടഫ് ആണെങ്കിൽ ഈ കിർച്ചോഫ് ലോയുടെ സ്റ്റേറ്റ്മെന്റിലുപരി ഒരു ലൂപ്പിൽ അത് അപ്ലൈ ചെയ്യാനും ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഒക്കെ ചോദിക്കാനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ എക്സാം നിങ്ങളെ സ്കൂളിലെ ടീച്ചർ ഇടുന്നതാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ കിർച്ചോഫ് റൂളിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം എങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. കിർച്ചോഫിന്റെ ലോ എന്താണെന്ന് അത് അപ്ലൈ ചെയ്യാൻ അറിയണം. ആൻഡ് ലാസ്റ്റ് വീറ്റ്സോൺ ബ്രിഡ്ജ് വിട്ട് ഒരു കളിയില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം. വീറ്റ്സോൺ ബ്രിഡ്ജ് A to Z നിങ്ങൾ പഠിക്കുക. എന്താണ് വീറ്റ്സോൺ ബ്രിഡ്ജ്, അത് വരയ്ക്കാൻ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻസ് പഠിക്കണം. ഒരു കാരണവശാലും വീറ്റ്സോൺ ബ്രിഡ്ജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 3 അല്ലെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇനി മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് കിടക്കുന്ന സമയത്ത് ഇത് കുറച്ച് അധികം കണ്ടന്റ് ഉള്ള ചാപ്റ്ററാണ്. പക്ഷേ നിങ്ങൾ പ്രോപ്പർ സ്പെസിഫിക് ആയിട്ട് പഠിക്കുക, സാറ് പറയുന്ന പോലെ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ലോറൻസ് ഫോഴ്സും അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസും മാഗ്നറ്റിക്കും ഇലക്ട്രിക്കലും, അപ്പോൾ കംപ്ലീറ്റ്ലി ലോറൻസ് ഫോഴ്സും അതിൻ്റെ ഇക്വേഷൻസും പ്രോപ്പറായി പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ് മോഷൻ ഓഫ് എ ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുന്ന കൺസെപ്റ്റ്, ആ സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി, ടൈം പീരീഡ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ റേഡിയസ്, കൈനറ്റിക് എനർജി പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. PYQയിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എജുബോർഡിൻ്റെ PYQ ചലഞ്ചിൻ്റെ PDF ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ ഇവിടുന്ന് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ബയോഡ് സവാർട്ട് ലോ ആണ് ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവം. അപ്പോൾ ബയോഡ് സവാർട്ട് ലോ പ്രോപ്പറായിട്ട് എന്താണെന്നും അത് സ്റ്റേറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം. സിമിലർലി തന്നെ അത്ര തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒന്നാണ് ആംബിയർ സർക്യൂട്ടൽ ലോ. ആംബിയർ സർക്യൂട്ടൽ ലോ എന്താണെന്നും അതുപോലെ ഫോഴ്സ് ബിറ്റ്വീൻ, അതുവഴി നമുക്ക് ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്, ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഡെറിവേഷനും പല വർഷങ്ങളിലും ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിനൊക്കെ വകുപ്പുള്ളൂ, 2 അല്ലെങ്കിൽ 3 മാർക്കിനെ വകുപ്പുള്ളൂ. അപ്പോൾ ഇത്രയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. ഇനിയുണ്ട്, അടുത്ത പേജിൽ ഇനിയുണ്ട് കേട്ടോ. തീർന്നത് കുറച്ച് വലിയ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ടോർക്ക് ആക്ടിങ് ഓൺ റെക്ടാങ്കുലർ ലൂപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, പ്ലേസിൻ്റെ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. അവിടെ ഒരു ടോർക്കിനൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഫിഗറൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഒരു റെക്ടാങ്കുലർ ലൂപ്പ് വരച്ചിട്ട് ആ ഒരു സാധനം നിങ്ങൾ പഠിക്കണം, ഡിറൈവ് ചെയ്ത് ഫിഗർ വരച്ച് പഠിക്കണം കേട്ടോ. അതേപോലെയാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഇത് വിട്ടുള്ള ഒരു കളിയുമില്ല. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് കൺവേർഷൻ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്ററും അമ്മീറ്ററും അതുമായി ബന്ധപ്പെട്ട സെൻസിറ്റിവിറ്റി ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ കറണ്ട് സെൻസിറ്റിവിറ്റി പോലെയുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററും അതിൻ്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 4 അല്ലെങ്കിൽ 5 മാർക്കെങ്കിലും എക്സ്പെക്ട് ചെയ്യണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മളെ ചാപ്റ്ററിൻ്റെ അവസാന ടോപ്പിക് ഒക്കെ ആയതുകൊണ്ട് മേ ബി ടീച്ചേഴ്സ് മനഃപൂർവ്വം കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ല എന്ന് കണ്ട് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് 5ാമത്തെ ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരികയാണ്, അതായത് ഗവൺമെൻറ് ഇറക്കുന്ന പേപ്പറിലോ നമുക്ക് ഉറപ്പൊന്നുമില്ല എത്ര ചാപ്റ്ററിന് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല, പേപ്പർ കയ്യിൽ കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷം 5ാമത്തെ ചാപ്റ്റർ ഉണ്ട് എന്ന് ഗവൺമെൻറ് പറഞ്ഞെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞെങ്കിലും പേപ്പർ കിട്ടിയപ്പോൾ 5ാമത്തെ ചാപ്റ്ററിന് ചോദ്യങ്ങൾ വന്നില്ല. ഇനി നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ് എക്സാം നടന്നെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കുന്നത് നല്ലതുമാണ്. കാരണം നമ്മളുടെ ക്രിസ്മസ് എക്സാം ഈ ചാപ്റ്റേഴ്സ് ഒക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വരില്ലേ, അപ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ആവും. അപ്പോൾ 5ാമത്തെ ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്ററാണ്, വെയിറ്റേജ് കുറവായിരിക്കും. ഇൻ കേസ് വരികയാണെങ്കിൽ തന്നെ കുഞ്ഞു ചാപ്റ്ററും കുറേ ഡിലീറ്റഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ ബാർ മാഗ്നറ്റും അതുമായി ബന്ധപ്പെട്ട ഫീൽഡും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുമായി ബന്ധപ്പെട്ട ഇക്വേഷനൊക്കെ ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സ് പ്രോപ്പറായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ബാർ മാഗ്നറ്റും അതുമായി ബന്ധപ്പെട്ട ഫീൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബാർ മാഗ്നറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്തത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. അതൊരു 1 മാർക്കിലെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ആ ഇക്വേഷൻ എഴുതാൻ പഠിക്കുക. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത് മാഗ്നറ്റൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ നിന്ന് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും ഈ 2 ടേംസ് എന്താ നിങ്ങൾ പഠിക്കണം. ഇതെന്താണെന്ന് അറിഞ്ഞു വെക്കുക, അതിൻ്റെ ഇക്വേഷൻസ് അറിയുക, എന്താണെന്നാണ് നിങ്ങൾ അറിയേണ്ടത് കേട്ടോ. അതിൻ്റെ മ്യൂ ആണ് ഇതെന്നും അത് അറിഞ്ഞിട്ട് കാര്യമില്ല, അതെന്താണ് അതിനൊരു ഡെഫിനീഷൻ ഉണ്ടാവും. ആ ഡെഫിനീഷൻ ചിലപ്പോൾ അവർ തിരിച്ച് ചോദിക്കും, എന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. അപ്പോഴാണ് കുട്ടികൾ പെട്ടുപോകാറ്. അപ്പോൾ ഡെഫിനീഷൻ അറിഞ്ഞു വെക്കുക, തിരിച്ച് ഇതെന്താണെന്ന് അവർ ചോദിക്കും, അപ്പോഴാണ് പെട്ടുപോകുക. കഴിഞ്ഞ തവണ മാഗ്നറ്റൈസേഷൻ ആയിരുന്നു ചോദിച്ചിരുന്നത്, അപ്പോൾ കുട്ടികൾ പെട്ടുപോയി. മാഗ്നറ്റൈസേഷൻ്റെ ഡെഫിനീഷൻ അവർ തന്നു, എന്നിട്ട് നിങ്ങളോട് എന്ത് ചോദിച്ചു, ഇത് പറയാൻ പറഞ്ഞു. അടുത്ത കേസ് മക്കളെ, ലാസ്റ്റ് വൺ. ഇതാണ് ഈ ചാപ്റ്ററിലെ പക്ക ഷുവർ ക്വസ്റ്റ്യൻ. ഡയാപാരഫെറോ, ഇതിൻ്റെ പ്രോപ്പർട്ടീസും ഇതിൻ്റെ എക്സാമ്പിൾസും ഇവരൊരു മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് വരാറുണ്ട്. സോ ഡയാപാരഫെറോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നും ഇവരുടെ പ്രോപ്പർട്ടി എന്താണെന്നും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവരെങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് ഇൻക്ലൂഡിങ് ഫിഗർ വരച്ച് പഠിക്കണം. ചില വർഷങ്ങൾ അവർ ഫിഗർ തരും, ചില വർഷങ്ങൾ അവർ ഇതേപോലെ ഇങ്ങനെ ഫിഗർ തരും. അതായത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തരും, എന്നിട്ട് ഇത് ഏത് മെറ്റീരിയൽ എന്നൊക്കെ ചോദിക്കും. ഇതിൻ്റെ ഉത്തരം ആരെങ്കിലും ഇപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടോപ്പിക്സിലുള്ളത്. ഇനി ഇതെങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട. എജ്യൂപോർട്ടിൻ്റെ ക്ലാസ് ഫോളോ ചെയ്തോ. എജ്യൂപോർട്ട് നിങ്ങൾക്ക് തരുന്ന PYQ ചലഞ്ചിൻ്റെ PDF നോക്കിക്കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. 1 മാർക്കല്ല കുറയ്ക്കുന്നത്, ഫുൾ മാർക്കാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. PYQ ചലഞ്ചിൻ്റെ PDF തീർത്ത് കഴിഞ്ഞാൽ ഒരു പേടിയും വേണ്ട, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എക്സാമിന് പോകാം. ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.